വെൽക്കം ടു ഹിന്ദി ഓൺലൈൻ ക്ലാസ് KPM ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററുമായിട്ടാണ്. പാഠ് കാ നാം ഗ്യാൻ മാർഗ്. ഇതൊരു ഏകാംഗിയാണ്. ഏകാംഗി മീൻസ് ഡ്രാമ. ഗ്യാൻ മാർഗ് കോൺസാ ലിഖാത? അസ്ഗർ വസാഹത്താണ് ഗ്യാൻ മാർഗ് എന്നുള്ള ഈ ഏകാംഗി എഴുതിയിട്ടുള്ളത്. किताब में देखो, ध्यान रखो. फर्स्ट पैराग्राफ श्रद्धिका. 3 राजकुमार गुरुकुल में अपनी पढ़ाई पूरी करने के बाद घर लौट रहे हैं. तीनों घने जंगल से गुजर रहे हैं. എന്തേ പറഞ്ഞിട്ടുള്ളത്? 3 രാജകുമാർ, 3 രാജകുമാരന്മാരും ഗുരുകുലത്തിൽ നിന്ന് അപ്പനി പഠായി പൂരി കർണേക്കെ ബാദ് തൻ്റെ പഠനം പൂർത്തിയാക്കിയതിൻ്റെ ശേഷം ഗർ ലൗട്ട് രഹേ ഹൈ വീട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലൗട്ടിന മടങ്ങുക, ബാദ് ശേഷം, ഗുരുകുൽ എന്നാൽ ഗുരുകുലം. തീനോം ഘനെ ജംഗൽ സെ ഗുസർ രഹേ ഹൈ. തീനോം 3 പേരും ഘനെ ജംഗൽ സെ ഇടതൂർന്ന വനത്തിലൂടെ ഗുസർ രഹേ പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴെ എൻ്റെ പിക്ചർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഇവർ ഗുരുകുലത്തിൽ നിന്നും തന്നെ വീട്ടിലേക്ക് ഇങ്ങനെ മടങ്ങുന്ന പിക്ചറാണ് അവിടെ കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് ലൈൻ നോക്കൂ. രാജകുമാർ 1. ഇവിടെ രാജകുമാർ 1 എന്നിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. 3 രാജകുമാരന്മാരാണ്. അപ്പോൾ അവരുടെ പേര് 1ാമത്തെ രാജകുമാരൻ, 2ാമത്തെ രാജകുമാരൻ, 3ാമത്തെ രാജകുമാരൻ. അതാണ് ഇവിടെ 1, 2, 3 എന്ന് കൊടുത്തിട്ടുള്ളത്. നോക്കൂ. हम तीनों इस बात पर गर्व कर सकते हैं कि हमने ज्ञान प्राप्त कर लिया है. 1ാമത്തെ രാജകുമാരൻ പറയുന്നു, ഹം തീനും ഇസ് ബാത്ത് പർ ഗർവ് കർ സക്തേ ഹൈ. നമ്മൾ തീനോ 3 പേരും ഈസ് ബാത്ത് പർ ഈ ഒരു വിഷയത്തിന്മേൽ ഗർവ് കർ സക്തേ ഹൈ അഹങ്കരിക്കേണ്ടതുണ്ട്. കി എന്തെന്നാൽ ഹംനെ ജ്ഞാൻ പ്രാപ്തി കർ ലിയ ഹെ നമ്മൾ അറിവാണ് പ്രാപ്തമാക്കിയത്. അതുകൊണ്ട് നമ്മൾ 3 പേര് എന്ത് ചെയ്യണം? അഹങ്കരിക്കണം എന്നാണ് ഇവിടെ 1ാമത്തെ രാജകുമാരൻ പറയുന്നത്. നമുക്ക് കൂടുതൽ അറിവ് കിട്ടി വീട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അഹങ്കരിക്കണം. അറിവ് കിട്ടിയ കാലത്താൽ നമ്മൾ അഹങ്കരിക്കണം എന്നാണ് ഇവിടെ 1ാമത്തെ രാജകുമാരൻ 2ാമത്തെ രാജകുമാരനോടും 3ാമത്തെ രാജകുമാരനോടും പറയുന്നത്. നെക്സ്റ്റ് ലൈൻ നോക്കൂ. രാജകുമാർ 2. ദോ संसार में कितने कम लोगों को यह सौभाग्य प्राप्त होता है. അപ്പോൾ 2ാമത്തെ രാജകുമാരൻ പറയാണ്, സംസാരമേ ലോകത്ത് കിത്തിനെ കം ലോകോക്കും എത്ര കുറച്ച് ജനങ്ങൾക്കാണ് ഈ സൗഭാഗ്യം പ്രാപ്ത് ഹോത്താഹെ പ്രാപ്തമാക്കാൻ സാധിച്ചത്. എന്താ 2ാമത്തെ രാജകുമാരൻ പറയുന്നത്? ലോകത്ത് കുറച്ച് പേർക്കാണ് ഇങ്ങനെയുള്ളൊരു സൗഭാഗ്യം പ്രാപ്തമാക്കാൻ സാധിച്ചത്. നമുക്ക് കിട്ടിയ അറിവ്, അതേപോലുള്ള അറിവ് ലോകത്ത് കുറച്ച് പേർക്ക് ഇങ്ങനെയുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ എന്നാണ് ഇവിടെ 2ാമത്തെ രാജകുമാരൻ പറയുന്നത്. 3ാമത്തെ രാജകുമാരൻ എന്താ പറയുന്നതോ ശ്രദ്ധിച്ചോളൂ. രാജകുമാർ 3 पर हम सबका ज्ञान बराबर नहीं है. അപ്പോൾ എന്താ 3ാമത്തെ രാജകുമാരൻ 2ാമത്തെ രാജകുമാരനോടും 1ാമത്തെ രാജകുമാരനോടും പറയുന്നത്? പെർ എന്നാൽ हम सबका ज्ञान बराबर नहीं है. ഇവിടെ 3ാമത്തെ രാജകുമാരൻ പറയുന്നത് പെർ എന്നാൽ ഹം സബ്ക നമ്മൾ സബ്ക എല്ലാവർക്കും ജ്ഞാൻ ബരാബർ നഹി നമുക്ക് 3 പേർക്കും കിട്ടിയ അറിവ് ബരാബർ നഹി ഹെ തുല്യമല്ല. പെർ ഹം സബ്ക ജ്ഞാൻ ബരാബർ ഹെ എന്നാൽ നമുക്ക് 3 ആൾക്ക് കിട്ടിയ അറിവും തുല്യമല്ല എന്നാണ് ഇവിടെ 3ാമത്തെ രാജകുമാരൻ പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ. രാജകുമാർ 1. ക്യാ മത്ലബ് ഹെ തുമാര? എന്താ അതിൻ്റെ അർത്ഥം? തുമാര നിങ്ങളുടെ, ഇത്രേ പറയുന്നേ ഉള്ളൂ. രാജകുമാർ 3 3ാമത്തെ രാജകുമാരൻ മേരാ ജ്ഞാൻ തും ദോനോ കെ ജ്ഞാൻ സെ അധിക് ഹെ. ഇവിടെ എന്തേ 3ാമത്തെ രാജകുമാരൻ പറയുന്നത്? മേരാ ജ്ഞാൻ എൻ്റെ അറിവ്, തും ദോനോം കെ നിങ്ങൾ 2 പേരിൽ നിന്നും, ജ്ഞാൻ സെ അധിക് ഹെ നിങ്ങളുടെ 2 പേരിൽ നിന്നും അധികം അറിവ് എനിക്കുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്.
മൂന്നാമത്തെ രാജകുമാരൻ. നിങ്ങൾക്ക് രണ്ടാൾക്കും അറിവുണ്ട്, അതിൽ കുറച്ച് എക്സ്ട്രാ എനിക്ക് അറിവുണ്ട്, അതിലും കൂടുതൽ അറിവുള്ള ഒരാളാണ് ഞാൻ എന്നാണ് ഇവിടെ മൂന്നാമത്തെ രാജകുമാരനും ഒന്നാമത്തെ രാജകുമാരനോടും രണ്ടാമത്തെ രാജകുമാരനോടും പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ. राजकुमार एक, कैसे मूर्खता वाली बातें कर रहे हो, मैं तुम दोनों से बड़ा हूँ. कैसे मूर्खता वाली बातें कर रहे हो. ഇപ്പോൾ ഒന്നാമത്തെ രാജകുമാരൻ പറയാം, കേസി മൂർഖത വാലി ബാത്തെ, എങ്ങനെയാണ് ഇങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങൾ കാര്യങ്ങൾ ഈ പറയുന്നത്, എന്താണ് ഈ വിഡ്ഢിത്തം നിറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നത്. മേ തും ദോനം സെ ബഡാം, ഞാനാണ് നിങ്ങൾ രണ്ടു പേരിൽ നിന്നും ബഡാഹും, കൂടുതൽ അറിവുള്ള ആള്. മേരെ ഹി പാസ് ജ്യാദ ജ്ഞാന, മേരെ ഹി പാസ്, എൻ്റെ അടുത്താണ് കൂടുതൽ അറിവുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. ഇനി രണ്ടാമത്തെ രാജകുമാരൻ എന്താ പറയുന്നത്. മേം തോ ഗുരുകുൽ ആനെ സെ പഹലെ भी पढ़ता था, मेरा ज्ञान तुम दोनों से ज़्यादा है. അപ്പോൾ രണ്ടാമത്തെ രാജകുമാരൻ പറയാം, मैं तो गुरुकुल आने से पहला भी पढ़ता है. ഇവിടെ ഒന്നാമത്തെ രാജകുമാരൻ പറഞ്ഞ് എന്തേ പറഞ്ഞത്, നിങ്ങൾ രണ്ടു പേരിലും അധികം അറിവ് എനിക്കാണ്. മൂന്നാമത്തെ രാജകുമാരൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരിലും അധികം അറിവ് എനിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ രാജകുമാരൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരിലും നിന്നും വലിയവനാണ് ഞാൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ രാജകുമാരൻ എന്തേ പറഞ്ഞത്, മേം തോ ഗുരുകുൽ ആനേസേ, ഞാൻ ഗുരുകുലത്തിലെ ആനേസേ പഹലെ ബി പഠിത്താ, ഞാനാണ് ആദ്യം ഗുരുകുലത്തിൽ വന്ന് പഠിച്ചത്. നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ വന്നിട്ടുണ്ട്, ഞാനാണ് ആദ്യം ഗുരുകുലത്തിലേക്ക് വന്നത്. മേരെ ജ്ഞാൻ തും ദോനോം സെ ജ്യാദ, എൻ്റെ അറിവ് തും ദോനോം സെ, നിങ്ങൾ രണ്ടുപേരിൽ നിന്നും ജ്യാദ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ എന്താ ഒന്നാമത്തെ രാജകുമാരൻ പറയുന്നത്. राजकुमार एक, मेरे पिता बहुत बड़े ज्ञानी हैं, उनका पुत्र होने के नाते में तुम दोनों से ज़्यादा विद्वान हो. मेरे पिता, എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ പിതാവ്, ബഹുത്ത് ബഡേ ജ്ഞാനിയും, വളരെ വലിയ അറിവുള്ള ഒരാളായിരുന്നു എൻ്റെ അച്ഛന്. ഒന്നാമത്തെ രാജകുമാരൻ്റെ അച്ഛന് വലിയ അറിവുള്ള ആളായിരുന്നു. ഉൻക പുത്ര ഹോനേക്ക് നാത്തേമേം, അദ്ദേഹത്തിൻ്റെ പുത്രനായ കാരണത്താലെ, പുത്രനായി ജനിച്ചതിൽ മേ തും ദോനോം സെ ജ്യാദ വിദ്വാൻ, ഞാനാണ് നിങ്ങൾ രണ്ടു പേരിലും കൂടുതൽ അറിവുള്ളവനും പണ്ഡിതനും. മനസ്സിലായില്ലേ? ഇവിടെ ഒന്നാമത്തെ രാജകുമാരൻ പറഞ്ഞ എന്താണ്, പിതാ ബഹുത്ത് ബഡേ ജ്ഞാനി, എൻ്റെ അച്ഛനെ നല്ല അറിവുള്ള കാരണത്താൽ, അതിൻ്റെ ഒരു മോനായ കാരണം കൊണ്ട് കൂടുതൽ അറിവ് എനിക്കാണ് എന്നാണ് ഇവിടെ ഒന്നാമത്തെ രാജകുമാരൻ വാദിക്കുന്നത്. നെക്സ്റ്റ് ലൈൻ നോക്കൂ. രാജകുമാർ ദോ, പിതാ സെ ക്യാ ഹോത്താ ഹൈ, मेरी तो माताजी देश की मानी हुई विदुषी हैं, मैं उनके पेट में 9 महीने रहा हूँ, तुम दोनों मेरा मुकाबला नहीं कर सकते. पिता से क्या होता है, പിതാവിൽ നിന്ന് എന്താ ഉണ്ടാകുന്നത്. മേരി തോ മാതാജി ദേശ് കി മാനി ഹുയി വിദുഷിയെ, എൻ്റെ മാതാജി അമ്മ, ദേശ് കി, ദേശത്തിൽ അറിയപ്പെട്ടൊരു വിദുഷിയാണ്, നാട്ടിൽ അറിയപ്പെട്ടൊരു വിദുഷിയാണ് എൻ്റെ അമ്മ. മേം ഉൻകെ പേറ്റുമേ 9 മഹീനെ രഹാഹും, ഞാൻ ഉൻകെ പേറ്റുമേ, അമ്മയുടെ വയറ്റിൽ 9 മഹീനെ രഹാഹും, 9 മാസം നിന്നിട്ടുണ്ട്. അമ്മയുടെ വയറ്റിൽ ഞാൻ 9 മാസം നിന്നിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. തും ദോനോ മേര മുക്കാബല നഹി കർ സക്ത, നിങ്ങൾക്ക് രണ്ടുപേർക്കും, തും ദോനോ മേര, നിങ്ങൾ രണ്ടുപേർക്കും, മേരാ മുക്കാബല, എന്നെ നേരിടാൻ, കർ നഹി സക്തേ, സാധിക്കുകയില്ല. എൻ്റെ അമ്മ നാട്ടിൽ അറിയപ്പെട്ടൊരു വിദുഷിയാണ്, അമ്മയുടെ വയറ്റിൽ ഞാൻ 9 മാസം താമസിച്ചിട്ടുണ്ട്. ഒരു കാരണത്താൽ നിങ്ങൾ രണ്ടുപേർക്കും എന്നെ നേരിടാൻ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ രണ്ടാമത്തെ രാജകുമാരൻ ഒന്നാമത്തെ രാജകുമാരനോടും മൂന്നാമത്തെ രാജകുമാരനോടും പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ. രാജകുമാർ 3, मेरे घर के सेवक तक महापंडित हैं, तुम दोनों मेरे आगे मूर्ख हो. राजकुमार 3, मेरे घर के सेवक तक महापंडित हैं,
മേരെ ഘർ കെ സേവകി, എൻ്റെ വീട്ടിലെ സേവക്, സേവക് മീൻസ് വേലക്കാർ പോലും, വേലക്കാർ വരെ മഹാപണ്ഡിതന്മാരാണ്. തും ധോനോ മേരെ ആകെ മൂർഖു, എൻ്റെ മുന്നിൽ നിങ്ങൾ രണ്ടുപേരും വിഡ്ഢികളാണ്. എന്താ ഇവിടെ മൂന്നാമത്തെ രാജകുമാരൻ പറഞ്ഞത്? മേരെ ഘർ കെ സേവക്, എൻ്റെ വീട്ടിലെ വേലക്കാർ പോലും, എൻ്റെ വീട്ടിലെ വേലക്കാരികൾ പോലും മഹാപണ്ഡിതന്മാരാണ്. തും ധോനോ മേരെ, നിങ്ങൾ രണ്ടുപേർക്കും, മേരെ ആഖേ മൂർഖുഹോ, നിങ്ങൾ രണ്ടുപേരും എൻ്റെ മുന്നിൽ വിഡ്ഢികളാണ് എന്നാണ് ഇവിടെ മൂന്നാമത്തെ രാജകുമാരന് രണ്ടാമത്തെ രാജകുമാരനോടും ഒന്നാമത്തെ രാജകുമാരനോടും പറയുന്നത്. ഓക്കെ, ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. രാജകുമാർ ഏക്, യഹി ബാത് ഹേ തോ ചലോ പരീക്ഷ ഹോ ജായേ. ഒന്നാമത്തെ രാജകുമാരൻ പറയാണ് യഹി ബാത് ഹേ തോ, ഇതാണ് കാര്യമെങ്കിൽ ചലോ നടക്കൂ, പരീക്ഷ ഹോ ജായേ, ഒന്ന് എന്ത് ചെയ്യാ, ഒന്ന് പരീക്ഷിക്കാം. നെക്സ്റ്റ് നോക്കൂ. രാജകുമാർ 3, യഹി ബാത് ഹേ തോ തും അപ്നെ ജ്ഞാൻ കാ പരിചയ ദോ. മൂന്നാമത്തെ രാജകുമാരൻ പറയാണ് യഹി ബാത്, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തോ തും അപ്നെ ജ്ഞാൻ കാ പരിചയ ദോ, നീ ആദ്യം നിന്റെ അറിവ് പരിചയപ്പെടുത്തൂ എന്നാണ് മൂന്നാമത്തെ രാജകുമാരൻ ഒന്നാമത്തെ രാജകുമാരനോട് പറഞ്ഞത്. ഒന്നാമത്തെ രാജകുമാരൻ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യുന്നാൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം നമ്മുടെ അറിവ്. മൂന്നാമത്തെ രാജകുമാരൻ പറയും എന്നാൽ നീ ആദ്യം എന്ത് ചെയ്തോ, നീ നിന്റെ അറിവൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാ എന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ. രാജകുമാർ ദോ, ജ്ഞാൻ കാ പരിചയ ജ്ഞാനി കോ ദിയാ ജാതാ ഹൈ, മൂർഖോं को नहीं. എന്താ രണ്ടാമത്തെ രാജകുമാരൻ ഇവിടെ പറയുന്നത്? ജ്ഞാൻ കാ പരിചയ ജ്ഞാനി കോ ദിയ, അറിവുള്ളവർ പരിചയപ്പെടുത്തൽ അറിവുള്ളവരോടാണ്, അല്ലാതെ മൂർഖോക്കനെ വിഡ്ഢികളോടല്ല. ഇപ്പം രണ്ടാമത്തെ രാജകുമാരൻ പറയാം ഞാൻ എന്ത് ചെയ്യാണ്, അറിവുള്ളവർ പരിചയപ്പെടുത്തൽ എന്താണ്, ആരോടാണ്? അറിവുള്ളവരോട്, അല്ലാതെ വിഡ്ഢികളോടല്ല എന്നാണ് ഇവിടെ രണ്ടാമത്തെ രാജകുമാരൻ പറയുന്നത്. അടുത്ത് നോക്കൂ. രാജകുമാർ 3, തും മേര അപമാൻ കർ രഹേ ഹോ, നിങ്ങൾ എന്നെ അപമാനിക്കുകയാണോ? രാജകുമാർ 1, अपने ज्ञान का परिचय दो नहीं तो हम तुमको दंड देंगे. अपने ज्ञान का परिचय दो नहीं तो हम तुमको दंड देंगे. ഇപ്പോൾ ഒന്നാമത്തെ രാജകുമാരൻ എന്താ പറയുന്നത്? अपने ज्ञान का परिचय दो, ആദ്യം നിന്റെ അറിവ് പരിചയപ്പെടുത്തൂ. നെഹി ഇല്ലെങ്കിൽ ഹം തുംകോ, ഞങ്ങൾ നിന്നെ ദണ്ഡ് ദേങ്കി, ശിക്ഷ നൽകും, നിനക്ക് ഞങ്ങൾ ശിക്ഷ നൽകും. അതുകൊണ്ട് ആദ്യം നിന്റെ അറിവ് പരിചയപ്പെടുത്തി തരൂ എന്നാണ് ഇവിടെ ഒന്നാമത്തെ രാജകുമാരൻ പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ. പാരഗ്രാഫിൽ കൊടുത്ത് രാജകുമാർ ദോ ഇധർ ഉധർ ദേഖ്താ ഹേ ഉസേ കിസി जानवर की हड्डियां पड़ी दिखाई देती है. രാജകുമാർ 2, രണ്ടാമത്തെ രാജകുമാർ ഇധർ ഉധർ ദേഖ്താ ഹേ, ഇധർ ഇങ്ങോട്ട്, ഉധർ അങ്ങോട്ട് ഇങ്ങനെ ദേഖ്താ ഹേ നോക്കി. ഉസേ കിസി ജാൻവർ കി, അവിടെ ഏതോ ഒരു ജാൻവർ കി മൃഗത്തിൻ്റെ ഹട്ടിയാം എല്ലുകൾ പടി ദിക്കായി ദേ, അവിടെ കിടക്കുന്നത് കണ്ട്. രാജകുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ കണ്ട രംഗാണ്. എന്താ കണ്ടത്? ഏതോ ഒരു മൃഗത്തിൻ്റെ എല്ലിങ്ങനെ അവിടെ താഴെ കിടക്കുന്നത് കണ്ടു. പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. നെക്സ്റ്റ് നോക്കൂ. രാജകുമാർ ദോ ഈ ഹട്ടിയാം ദേഖ് രഹേ ഹോ, ഈ ഹട്ടിയാം ഈ എല്ലുകൾ ദേഖ് രഹേ ഹോ, ഈ ഹട്ടിയാം ദേഖ് രഹേ ഹോ, നിങ്ങൾ ഈ എല്ല് കാണുന്നുണ്ടോ? ഈ എല്ലും കഷ്ണം നിങ്ങൾ കാണുന്നുണ്ടോ? ഇപ്പം രാജകുമാർ 1, ഒന്നാമത്തെ രാജകുമാർ അതേ കാണുന്നുണ്ട്. രാജകുമാർ ദോ मैं अपने ज्ञान से बता सकता हूँ कि ये हड्डियां शेर की हैं. രണ്ടാമത്തെ രാജകുമാരൻ പറയാണ് മേ അപ്പിനെ ജ്ഞാൻ സേ ബത്താ സക്താ ഹൂം, എൻ്റെ അറിവ് ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരു കാര്യം പറയാൻ സാധിക്കും. കി എന്തെന്നാൽ ഈ ഹട്ടിയം ഈ എല്ലുകൾ ഷേർ കി ഹെ, ഷേറിൻ്റേതാണ്, സിംഹത്തിൻ്റേതാണ് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, ഹട്ടിയാം എല്ല് ഷേർ സിംഹം. राजकुमार 3, बस ये तो मामूली बात है, मैं तो अपने ज्ञान से इन हड्डियों पर मांस, उनमें रक्त और उसके ऊपर गाल मढ़ सकता हूँ. लो
മേ മന്ത്ര പഠിത്താ ഹോം. എന്തിവിടെ പറഞ്ഞിട്ടുള്ളത്? മൂന്നാമത്തെ രാജകുമാരൻ പറയാണ്, ബസ് നിർത്തു, യഹ് തോ മാമൂലി ബാത്ത്, ഇതൊരു നിസ്സാരമായ കാര്യമല്ല. മീം തു, ഞാനാണെങ്കിൽ അപ്പനെ ഗ്യാൻ സെ ഇൻ ഹട്ട്, എൻ്റെ അറിവ് കൊണ്ട്, ഇൻ ഹട്ടിയോ, ഈ എല്ലുകൾ കൊണ്ട്, എല്ലിന്മേൽ, മാംസവും, ഉന്മേ രക്ത, അതിന് രക്തവും, അവർ ഉസ്കെ ഊപ്പർ, അതിൻ്റെ മുകളിൽ, ഗാല്, അതിനുള്ള തൊലി എന്ന് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ചർമ്മം എന്ത് ചെയ്തു, ചർമ്മവും കൊടുത്ത്, മഡ് സക്താഹും, പൊതിയാൻ എനിക്ക് സാധിക്കും, അതിൻ്റെ രൂപം എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ലോമ്യം മന്ത്രപ്പെടുത്താം, അതിനു വേണ്ടി ഞാനൊരു മന്ത്രം ചൊല്ലുന്നു. മൂന്നാമത്തെ രാജകുമാരൻ പറയാണ്, ഈ ഒരു എല്ലിൻ കഷ്ണം ഷെയറിൻ്റെ എന്ന് പറഞ്ഞു, ഇതിനെന്ത് ചെയ്യാൻ പറ്റും? ഇതെനിക്കൊരു നിസ്സാരമായ കാര്യമല്ല. ഞാൻ എന്ത് ചെയ്യും? മാംസവും അതിനുള്ള രക്തവും അതിനുള്ള ചർമ്മവും കൊടുത്ത് ഞാനിതിന് ചർമ്മം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മന്ത്രം ചൊല്ലാൻ പോകുന്നു. ഇതാണ് മൂന്നാമത്തെ രാജകുമാരൻ പറയുന്നത്. പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. രാജകുമാരൻ ഇവിടെ മന്ത്രം ചൊല്ലുന്നു. ഇനി എന്ത് സംഭവിക്കും നോക്കൂ. ബ്രാക്കറ്റിലുള്ളതാണ്, രാജകുമാർ തീൻ മന്ത്ര പഠിത്താ ഹേ और शेर की हड्डियों पर मांस, उनमें रक्त और उसके ऊपर खाल आ जाती है. മൂന്നാമത്തെ രാജകുമാരൻ മന്ത്ര പഠിത്താ ഹേ, മന്ത്രം ചൊല്ലുന്നു. അവർ ഷേർ കി ഹട്ടിയോ പർ, സിംഹത്തിന്മേൽ, ഹട്ടിയോ സിംഹത്തിൻ്റെ എല്ലിന്മേൽ, മാംസവും, ഉന്മേം രക്ത്, അതിന് രക്തവും, അവർ ഉസ്കെ ഊപ്പർ, അതിൻ്റെ മുകളിൽ, ഗാല്, ചർമ്മവും, ആ ജാതിയെ ഉണ്ടാവുന്നു. കണ്ടോ? പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? സിംഹത്തിൻ്റെ രൂപമായി മാറി എവിടെ കണ്ടോ? ഒരു ചാടി വീഴുന്നൊരു പിക്ചറാണ് നമ്മുടെ കാണിക്കുന്നത്. നോക്കൂ. രാജകുമാർ ഏക് ഹരേ ഹാ യേ തോ ഹോ ഗയാ. ഒന്നാമത്തെ രാജകുമാരൻ എന്താ പറയുന്നത്? ഒന്നാമത്തെ രാജകുമാരൻ എന്താ പറയുന്നത്? ഹരേ ഹാം, എടോ, ഇത് ശരിയായി, യഹ് തോ ഹോ ഗയാ, ഇതിപ്പോൾ ശരിയായി അല്ലേ? രണ്ടാമത്തെ രാജകുമാരൻ ചെയ്ത് അതേപോലെയായി. മൂന്നാമത്തെ രാജകുമാരനാണ് മന്ത്രം ചൊല്ലിയത്, അതുപോലെ തന്നെയായി അല്ലേ? നോക്കൂ. രാജകുമാർ തീൻ, മൂന്നാമത്തെ രാജകുമാരൻ പറയാം, മൂർഗ് അബ് തോ തും സമച്ചോ, വിഡ്ഢി, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മേൻ തും സബ്സെ ബഡാ വിദ്വാനും, ഞാനാണ് നിങ്ങൾ വലിയ പണ്ഡിതനെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അറിവുള്ള ആൾ ഞാനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് മൂന്നാമത്തെ രാജകുമാരൻ പറയാണ്. രാജകുമാർ ഏക് ലേക്കിൻ ക്യാ തും ഇൻമേ പ്രാൺ ബി ഡാൽ സക്തേ ഹോ. ഒന്നാമത്തെ രാജകുമാരൻ എന്താ പറയുന്നത്? ലേക്കിൻ, എന്നാൽ, ക്യാ തും ഇസ്മേ പ്രാൺ ബി ഡാൽ സക്തേ ഹോ, എന്നാൽ നിങ്ങളിതിന് പ്രാൺ ബി, നിനക്കിതിന് ജീവൻ നൽകാൻ സാധിക്കുമോ എന്നാണ് ഒന്നാമത്തെ രാജകുമാരൻ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ അതിന് രൂപമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ രാജകുമാരൻ ചോദിക്കുകയാണ് മൂന്നാമത്തെ രാജകുമാരൻ, നിനക്ക് ഇനി ഇതിനെ ജീവൻ കൊടുക്കാൻ സാധിക്കുമോ എന്ന്. രാജകുമാർ തീൻ നെഹി പർ യഹ് തോ തും ഭി നെഹി കർ സക്തേ ഹോ. മൂന്നാമത്തെ രാജകുമാരൻ പറയാണ്, നെഹി, ഇല്ല, പർ യഹ് തോ തും ഭി നെഹി കർ, എന്നാൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചോ? അതാണ് ചോദിക്കുന്നത് മൂന്നാമത്തെ രാജകുമാരൻ. ഇത്രയും ഞാൻ ചെയ്തില്ലേ, ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ലല്ലോ. രാജകുമാർ ഏക് മേം ഇൻമേം പ്രാൺ ബി ഡാൽ സക്താവും. അപ്പോൾ ഒന്നാമത്തെ രാജകുമാരൻ പറയാണ്, ഞാൻ ഇൻമേം, ഇതിന്, പ്രാൺ ബി, ജീവനും, ഡാൽ സക്താ, ഇതിന് കൊടുക്കുന്നു, ജീവൻ ഇതിന് ഇട്ട് കൊടുക്കുന്നു. രാജകുമാർ തീൻ, രണ്ടാമത്തെ രാജകുമാരൻ പർ ഐസാ മത് കർണ. രണ്ടാമത്തെ രാജകുമാരൻ പർ, എന്നാൽ, ഐസാ മത് കർണ, അങ്ങനെ ചെയ്യില്ലേ. ഇവിടെ രണ്ടാമത്തെ രാജകുമാരൻ എന്തേ പറഞ്ഞു? അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞു. മത്ത് പറഞ്ഞ അരുത് എന്നുള്ള അർത്ഥമാണ്. രാജകുമാർ ഏക് ക്യോം, എന്തുകൊണ്ട്? ഒന്നാമത്തെ രാജകുമാരൻ ചോദിച്ചു, എന്തുകൊണ്ട് ചെയ്തുകൂടാ? രാജകുമാർ ദോ ഉസ്കെ ബാദ് ഷേർ ഹമേം ഗാ ജായേങ്ക. അപ്പം എന്തേ രണ്ടാമത്തെ രാജകുമാരൻ പറഞ്ഞു? ഉസ്കെ ബാദ്, അതിൻ്റെ ശേഷം, ഷേർ, സിംഹം, ഹമേം, നമ്മളെ, ഗാ ജായേങ്ക, നമ്മളെ സിംഹം കഴിക്കും, അല്ലെങ്കിൽ നമ്മളെ തിന്നും, അതുകൊണ്ട് അങ്ങനെ ചെയ്യില്ലേ എന്നാണ് ഇവിടെ രണ്ടാമത്തെ രാജകുമാരന് ഒന്നാമത്തെ രാജകുമാരനോട് പറയുന്നത്. രാജകുമാർ ഏക് पर मुझे तो सिद्ध करना है कि मैं तुम दोनों से बड़ा ज्ञानी हूँ. पर എന്നാൽ മുജേ തോ, എനിക്ക്,
സിദ്ധ് കർണ ഹെ, എനിക്ക് എൻ്റെ അറിവ്, ഞാനൊരു അറിവുള്ളവനാണെന്ന് തെളിയിക്കണം. കി എന്തെന്നാൽ മേം തും ദോനോം സെ ബഡാ ജ്ഞാനി, നിങ്ങൾ രണ്ടുപേരിലും ഞാനാണ് അറിവുള്ള ആൾ എന്ന് എനിക്ക് തെളിയിക്കണം എന്നാണ് ഇവിടെ ഒന്നാമത്തെ രാജകുമാരന് രണ്ടാമത്തെ രാജകുമാരനോടും മൂന്നാമത്തെ രാജകുമാരനോട് പറയുന്നത്. ഓക്കെ, ഇവിടെ മൂന്നാമത്തെ രാജകുമാരാണ് എന്ത് ചെയ്തത്? അതിനെ രൂപമാക്കി മാറ്റിയത് അല്ലേ, രക്തവും മാംസവും ചർമ്മവും അതിന് കൊടുത്തത്. ഓക്കെ, രാജകുമാർ 1, രാജകുമാർ 3, നഹി നഹി ഷേർ ഹമേ ഗാ ജായെങ്ക, വേണ്ട വേണ്ട, ഷേർ ഹമേ, സിംഹം നമ്മളെ ഗാ ജായെങ്ക, നമ്മളെ കടിക്കും അല്ലെ നമ്മളെ തിന്നും എന്നാണ് ഇവിടെ മൂന്നാമത്തെ രാജകുമാരൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. രാജകുമാർ 1 मंत्र पढ़ता है, मंत्र चलूनु और शेर जीवित हो जाता है. शेर दहाड़ कर उनकी तरफ बढ़ता है. वे बचने की कोशिश करते हैं. എന്താ ഇവിടെ ഒന്നാമത്തെ രാജകുമാരൻ ചെയ്യുന്നത്? മന്ത്രി പഠിത്തായ മന്ത്രം ചൊല്ലുന്നു. അവർ ഷെർ ജീവിത ഹോ, ഷെറിന് എന്ത് കിട്ടുന്നു? ജീവൻ കിട്ടുന്നു. ഷെർ ദഹാഡ് കർ, ഷെറിനോട് ചാടി എണീച്ചിട്ട് ഉൻകി തരഫ് ബർത്ത, അവരെ നേരെ വന്നു. വേ ബച്ചനേക്ക് കോശിഷ് കർത്തേ ഹെ, സിംഹം അവരുടെ നേരെ ഗർജിച്ചു വന്നപ്പോൾ, ദഹാഡ് എന്ന് പറഞ്ഞാൽ ഗർജിക്കുക, ഗർജിച്ചു വന്നപ്പോൾ അവരെന്ത് ചെയ്യാണ്? ബേച്ചനേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കോശിഷ് കർണ ശ്രമിക്കുന്നു. കോശിഷ് കർണ ശ്രമിക്കുക. രാജകുമാർ ദോ അബ് ഹം ബച്ച് നഹി സക്തേ, രണ്ടാമത്തെ രാജകുമാരൻ പറ, ഇനി നമുക്ക് ബച്ച് നഹി സക്തേ, രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. രാജകുമാർ 3 ഷെർ ഹമേ ഗാ ഹി ജായേങ്ക, ഷെർ നമ്മൾ എന്ത് ചെയ്യും? ഗാ ഹി ജായേങ്ക, കഴിച്ചേക്കും. ഷെർ നമ്മളെ തിന്നുക തന്നെ ചെയ്യും. രാജകുമാർ ദോ അരേ വൗ ദേഖു കോൻ ആ രഹാ ഹേ, അപ്പോൾ രണ്ടാമത്തെ രാജകുമാരൻ പറയാണ്, അരേ ഏടോ വൗ ദേഖു, അങ്ങോട്ട് നോക്കൂ, കോൻ ആ രഹാ ഹേ, ആരാ വരുന്നത്, അങ്ങ് നോക്കൂ എന്നാണ് ഇവിടെ രണ്ടാമത്തെ രാജകുമാരന് പറയുന്നത്. ഗുരു മേം ജാൻതാ ഹും, ഞാനെല്ലാം അറിയുന്നു. രാജകുമാർ 1, അപ്പം അതിൽ വരുന്ന ആളാരാണ്? ഗുരുവാണ് വരുന്നത്, അവരുടെ ഗുരുവാണ് വരുന്നത്. രാജകുമാർ 1 ഗുരുജി ഹമാരി ജാൻ ബച്ചായേ, ഗുരുജി ഹമാരി ജാൻ, ഗുരുജി ഞങ്ങളെ ജാൻ ജീവൻ ബച്ചായേ, രക്ഷിച്ചാലും. ഗുരു എന്താ പറയുന്നത്? മുജെ മാലൂം ദാ, എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കി എന്തെന്നാൽ തും ലോകോം കെ അന്തർ അഭി അഹങ്കാർ ബഹുത് ഹേ, നിങ്ങൾ 3 പേരിലും അന്തർ നിങ്ങളുടെ ഉള്ളിൽ അഭി ഇപ്പോഴും അഹങ്കാർ ബഹുത്ത്, അഹങ്കാരമാണ് കൂടുതലുള്ളത്. നിങ്ങളുടെ 3 പേരുടെ മനസ്സിൽ ഇപ്പോഴും അഹങ്കാരമുണ്ട്. और तुम अपने ज्ञान का नुकसान भी कर सकते हो, इसलिए मैं तुम लोगों के पीछे पीछे आ रहा है. ഈ അറിവ് എനിക്കുള്ളത് കൊണ്ടാണ്, ഈ ഒരു അടയാളം നിങ്ങളുണ്ട് എന്ന് ഞാൻ അറിഞ്ഞത് കൊണ്ടാണ്, ഇതിന് വേണ്ടിയിട്ടാണ് മേ തും ലോകോം കെ, നിങ്ങളുടെ പിന്നിൽ, പിന്നിൽ രഹാദ, ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ എനിക്കറിയാമായിരുന്നു, അത് എനിക്ക് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പിറകിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് എന്നാണ് ഇവിടെ ഗുരു 3 രാജാക്കന്മാരോടും കൂടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. രാജകുമാർ 1 ഗുരുജി മുझसे बड़ी गलती हो गई है, शेर हम सबको गा जाएंगे. അപ്പോൾ ഒന്നാമത്തെ രാജകുമാരൻ എന്താ പറയുന്നത്? ഗുരുജി മുझसे बड़ी गलती हो, ഞങ്ങളൊന്നും വലിയ തെറ്റ് പറ്റി, ഗലത്തിനാണ് തെറ്റുപറ്റിപ്പോയി. ഷേർ ഹം സബ്കോ ഗാ ജായെങ്ക, ഷേർ ഞങ്ങളെ സബ്കോ എല്ലാവരെയും ഗാ ജായെങ്ക, ഇപ്പോൾ കഴിക്കും. ഗുരുജി अब मैं अपने ज्ञान से इस शेर को बकरी बना दूंगा. ഗുരുജി പറയാണ്, अब मैं अपने ज्ञान से इस शेर को बकरी, ഞാൻ എന്താ ചെയ്യുക ഗുരുജി പറയണേ, ഞാനിപ്പോൾ ഇതിന് എന്ത് ചെയ്യാം? എൻ്റെ അറിവ് കൊണ്ട്, ജ്ഞാൻ സേ എൻ്റെ അറിവ് കൊണ്ട്, ഈ ഷേർ കോ, ഈ സിംഹത്തിനെ ബക്കരി ബനാ ദൂങ്ക, ബക്കരിയാക്കി മാറ്റാം. ബക്കരി എന്ന് പറഞ്ഞാൽ ഗോട്ടർ, ആടാണ്.
ഗുരു മന്ത്ര പഠിത്താ ഹെ, ഗുരുമന്ത്രം ചൊല്ലുന്നു. ഷേർ ബക്കരി ബൻ ജാത്താ ഹെ, ഷേർ സിംഹം, ബക്കരി ബക്കരിയായി മാറുന്നു, ഒരു ആടായിട്ട് മാറുന്നു. അവർ മിമ്മിയാനെ ലഗ്താ ഹെ, ബക്കരി എന്ത് ചെയ്യുന്നു? മിമ്മിയാനെ, കരയാൻ തുടങ്ങുന്നു. ഗുരുജി शिष्यो ध्यान रहे वो ज्ञान जिससे अपना या दूसरों का नुकसान हो ज्ञान नहीं बल्कि अज्ञान है. ज्ञान तो सबकी भलाई के लिए ही होता है. എന്തിവിടെ പറഞ്ഞത്? ഗുരുജി ശിഷ്യോ, എൻ്റെ ശിഷ്യന്മാരെ, ധ്യാൻ രഹേ, ശ്രദ്ധിച്ചോളൂ. വോ ജ്ഞാൻ ജിസ്സെ അപ്നാ യാ ദൂസരോ കാ നുക്സാൻ ഹോ ജ്ഞാൻ നഹി. എന്താണ് ഇവിടെ ഗുരുജി പറയുന്നത്? ശിഷ്യന്മാരെ വിളിക്കുന്നു, ധ്യാനോ, ശ്രദ്ധിക്കാൻ പറയുന്നു. വോ ജ്ഞാൻ ജിസ്സെ അപ്നായ ദൂസരോ കോ നുക്സാൻ ഹോ. എന്തേ പറഞ്ഞിട്ടുള്ളത്? തനിക്കോ മറ്റുള്ളവർക്കോ ഉപദ്രവമായി ഭവിക്കുന്നൊരു അറിവ് ഒരിക്കലും ജ്ഞാനമല്ല, അത് അജ്ഞാനമാണ്. ബൽക്കി, മറിച്ച് അത് അജ്ഞാനമാണ്. മറ്റുള്ളവർക്ക് ഉപദ്രവമായി കിട്ടുന്നത് ജ്ഞാൻ ഹേ, അറിവല്ല. ബൽക്കി, മറിച്ച് അത് അജ്ഞാനമാണ്, അറിവില്ലായ്മയാണ്. മറ്റുള്ളവർ ഉപദ്രവം ചെയ്യുക എന്നുള്ളത് ജ്ഞാനമല്ല, ഒരു അജ്ഞാനമാണ് എന്നാണ് ഇവിടെ ഗുരുജി തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. ജ്ഞാൻ തോ സബ്കി ബലായി കെ ലിയേ ഹി ഹോത്താ ഹെ. അറിവ് എന്നുള്ളത് സബ്കി, എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബലായി മീൻസ് നന്മ. സബ്കി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അറിവ് എന്നുള്ളത്. ഓക്കെ. സബി അഭിനേത एक साथ कई बार कहते हैं ज्ञान तो सबकी भलाई के लिए ही होता है. സബി അഭിനേത, എല്ലാ അഭിനയിച്ചവരും, ഡ്രാമയായിരുന്നില്ല ഇത്. അപ്പോൾ എല്ലാ അഭിനയിച്ചവരും ഏക് സാത്ത്, ഒരുമിച്ച്, കൈ ബാർ, കുറേ പ്രാവശ്യം പറയാണ്. എന്താ പറയുന്നത്? ജ്ഞാൻ തോ സബ്കി ഭലായി കെ ലിയേ ഹി ഹോത്താ ഹേ. എന്തേ പറയുന്നത്? അറിവ് എല്ലാവരുടെയും നന്മയ്ക്കുള്ളതാണ്. ജ്ഞാൻ തോ, അറിവ്, സബ്കി, എല്ലാവരുടെയും നന്മയ്ക്കുള്ളതാണെന്ന് അവരിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട്, ഒരുമിച്ചുകൊണ്ട്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇവിടെ പറയപ്പെടുന്നത് അഹങ്കാരത്തെക്കുറിച്ചാണല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അഹങ്കരിക്കാതെ മറ്റുള്ളവർക്ക്, നമ്മുടെ അറിവുണ്ടെന്ന് മറ്റുള്ളവർക്ക് ഉപകാരമാകുന്ന രൂപത്തിൽ നമ്മളത് ചെയ്തു കൊടുക്കണം. അത് ഉപദ്രവത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കരുത് എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. ശിഷ്യന് തൻ്റെ ഗുരു തൻ്റെ രാജകുമാരന്മാരോട് പറയുന്നത്. ഓക്കെ.